എവരിവൺ, molbinstaste എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ താങ്ക്സ്ഗിവിംഗ് സ്പെഷ്യലായ മീറ്റ് ലോഫ് ആണ്. വളരെ ഡെലിഷ്യസ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സോസ് ഉണ്ടാക്കി വെക്കണം. കെച്ചപ്പ് ആണ് ഫസ്റ്റ് ഞാൻ ഇടുന്നത്. 1/2 ടേബിൾ സ്പൂൺ മസ്റ്റർഡ്, 1/4 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, ബ്രൗൺ ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇനി നമ്മൾക്ക് മീറ്റ് ലോഫിൽ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനൊരു മീഡിയം സവാള വേണം. പിന്നെ ഒരു കളർ പെപ്പർ ഞാൻ ചേർക്കുന്നതാണ്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഒരു ചെറിയ കളർ പെപ്പർ ഞാൻ ചേർക്കുവാണ്. ഇത് 2 സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞെടുക്കുന്ന സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മീറ്റ് ലോഫിന് നമുക്ക് വേണ്ടത് ഗ്രാം ബീഫാണ്. ഇത് ഞാൻ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ വെച്ചിരിക്കുന്ന ഓണിയൻ, അതിൻ്റെ കൂടെ തന്നെ പെപ്പർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ കുറച്ച് ഇറ്റാലിയൻ സ്പൈസ് ഇടുന്നുണ്ട്, ഓൾ സ്പൈസ് കേട്ടോ. 2 മുട്ട ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാൽ ഭാഗം വെച്ചിരിക്കുന്നത് ഞാൻ പിന്നെ എന്തിനാണെന്ന് കാണിച്ചു തരാം. മിക്സ് ചെയ്തപ്പോൾ ഒരു മുട്ടയും കൂടി വേണ്ടി വന്നെന്ന് തോന്നി, ഒന്നും കൂടി ഞാൻ ഇടുവാണ് കേട്ടോ. കണ്ടോ, കുഴച്ചെല്ലാം കഴിഞ്ഞ് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ബേക്കിംഗ് പാനിലോട്ട് ഇത് സ്റ്റഫ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് നല്ലപോലെ ഇതുപോലെ വെക്കുക. ബേക്കിംഗ് പാൻ ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ മോൾഡ് ചെയ്ത് ഇതുപോലെ ഈ ഷേപ്പിൽ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് പാനിൻ്റെ പുറത്ത് വെച്ച് അങ്ങോട്ട് ബേക്കിങ്ങിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സോസ് ഇല്ലേ, അത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ കൂടി ഇതിൻ്റെ പുറത്ത് തുള്ളി കൊടുക്കാം. അതിപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ല കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഇനി 380 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനത് ഓണിലോട്ട് വെച്ചിട്ട് വരാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഈ കവർ നമ്മൾ റിമൂവ് ചെയ്യും. എന്തിനാണെന്ന് അറിയാമോ? നല്ല ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 10 മിനിറ്റായി. നമ്മൾക്ക് ഇനി ഇതൊന്ന് തുറന്ന് വെക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് കൂടി നമുക്ക് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. അപ്പം അതിൽ നിന്ന് ബ്ലഡ് വരുവാണെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റും കൂടി വെക്കും കേട്ടോ. അപ്പം നമ്മുടെ മീറ്റ് ലോഫ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കാം. ലുക്ക് അടിപൊളി. അപ്പോൾ നമ്മുടെ മീറ്റ് ലോഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ആകാൻ പാടില്ല. നല്ല ജ്യൂസി ആയിരിക്കണം, എന്നാൽ അതിനൊപ്പം തന്നെ ടേസ്റ്റും ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ.
വീട്ടിലെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.